ഓക്കെ, അപ്പൊ നമ്മൾ മോഡ്യൂൾ 4ലേക്ക് പോവാണ്. മോഡ്യൂൾ 4ലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. നമ്മൾ മോഡ്യൂൾ 3യിൽ ഡിസ്കസ് ചെയ്തത് FIR ഫിൽറ്റർ ഡിസൈൻ ആണ്. അതായത് നമ്മൾ ഈ രണ്ട് മോഡ്യൂൾ 3യും മോഡ്യൂൾ 4ഉം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിൽറ്റർ ഡിസൈൻ, ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ആണ്. സോ ഡിജിറ്റൽ ഫിൽറ്ററിനെ രണ്ട് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതാണ് ഒന്ന് IIR ഫിൽറ്ററും രണ്ടാമത് FIR ഫിൽറ്ററും. FIR ഫിൽറ്റർ ആണ് നിങ്ങൾ മോഡ്യൂൾ 3യിൽ പഠിച്ച FIR സ്റ്റാൻഡ്സ് ഫോർ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ. ഇനി IIR ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ. ഓക്കെ, അതിന് മോഡ്യൂൾ 3 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് FIR ഫിൽറ്ററിലാണെങ്കിൽ മോഡ്യൂൾ 4ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IIR ഫിൽറ്റർ ആണ്. അപ്പോൾ IIR ഫിൽറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. നമുക്കറിയാം ഡിജിറ്റൽ ഫിൽറ്റർ, അതായത് നമുക്ക് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യണം. ആ സിഗ്നലിനെ പല രീതിയിൽ സിഗ്നലിൽ വേണ്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ആ സിഗ്നലിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്തത്. സോ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഓൾട്ടർ ദി സ്പെക്ട്രം അക്കോർഡിംഗ് ടു സം ഗിവൺ സ്പെസിഫിക്കേഷൻസ്. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ്, ബാൻഡ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ പല ഫിൽറ്റേഴ്സ് പഠിച്ചു. ആ ഫിൽറ്ററിലെല്ലാം ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. ലോ പാസ് ഫിൽറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസിനെ മാത്രം കടത്തിവിടുക, ഹൈ പാസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തിവിടുക, അങ്ങനെ ഓരോരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ ഓരോ സ്പെസിഫിക്കേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിനനുസരിച്ച് നമ്മൾ ഡിസ്ക്രീറ്റ് ഡൊമൈനിൽ ഉള്ള ഫിൽറ്റർ ഡിസൈനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ജനറലി നമ്മൾ ഫിൽറ്ററായിട്ട് കൺസിഡർ ചെയ്തത്. So the discrete time system for the treatment of discrete time signal is called a digital filter. അതായത് ഡിജിറ്റൽ ഫിൽറ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആയിരിക്കും. അതായത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നതായിരിക്കും. ഒരിക്കലും എക്സ് ഓഫ് ടി അല്ല. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ സിഗ്നൽ, അതായത് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. നമുക്ക് സിഗ്നലിലെ ടൈമിലും റെപ്രസെന്റ് ചെയ്യാം, ഫ്രീക്വൻസിയിലും റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റം, എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്തിട്ട് അതിൽ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ വെച്ച് നമ്മൾ അതിൻ്റെ ഫിൽറ്റർ ചെയ്യുന്നതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ അതാണ് ഡിജിറ്റൽ ഫിൽറ്റർ. സോ ദ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഇസ് കോൾഡ് എ ഡിജിറ്റൽ ഫിൽറ്റർ. അപ്പോൾ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എടുത്തിട്ട് അതിനെ പല രീതിയിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വിത്ത് ഗിവൺ സ്പെസിഫിക്കേഷൻസ്, പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ഫിൽറ്ററിനെ വേണമെങ്കിൽ ബേസിക്കലി പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ഇതൊന്നും നിങ്ങൾക്ക് തിയറിക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ അതിനെയാണ് ക്ലാസിക്കൽ ഫിൽറ്റർ അല്ലെങ്കിൽ മോഡേൺ ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഡിജിറ്റൽ ഫിൽറ്ററിനെ നമുക്ക് ബേസിക്കലി നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ, അതാണ് ക്ലാസിക്കൽ ഫിൽറ്ററിനകത്താണ് വരുന്നത്. ക്ലാസിക്കൽ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is basically the useful frequency components in input signals are different from the eliminated frequency components. അതാണ് നമ്മൾ പഠിക്കുന്നതാണ് ക്ലാസിക്കൽ ഫിൽറ്റർ. അതായത് ക്ലാസിക്കൽ ഫിൽറ്റർ എന്ന് പറയുന്നതാണ് ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് സ്റ്റോപ്പ്. അതായത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും, ആ പറയുന്ന ഫ്രീക്വൻസി സ്പെക്ട്രം, ആ ഫ്രീക്വൻസി കമ്പോണൻസിനെ മാത്രം എടുത്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ക്ലാസിക്കൽ ഫിൽറ്റർ. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിലാണെങ്കിൽ അതിനൊരു ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ടാവും. ആ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള സിഗ്നലിൽ ഡിസൈൻ ചെയ്യാം. ഹൈ പാസ് എന്ന് പറഞ്ഞാൽ ആ ഹൈ പാസ് കട്ട് ഓഫ് കഴിഞ്ഞിട്ടുള്ള സിഗ്നലിനെ മാത്രം കടത്തിവിടുക. അപ്പോൾ ഒരു ഫ്രീക്വൻസി കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫിൽറ്ററിനെ രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിലെ ഒരു ടൈപ്പാണ് IIR ഫിൽറ്റർ. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിൽറ്റർ. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ഫിൽറ്റർ എന്ന് പറയുന്നത് FIR ഫിൽറ്റർ ആയിരുന്നു. സോ FIR ഫിൽറ്റർ സ്റ്റാൻഡ്സ് ഫോർ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്നും IIR ഫിൽറ്റർ സ്റ്റാൻഡ്സ് ഫോർ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച FIR ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? H of Z is equal to, അതാണ് Z ട്രാൻസ്ഫോം, is equal to sigma n equal to 0 to n minus 1 H of n Z raised to minus n എന്ന് പറഞ്ഞ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H of Z സിഗ്മ n equal to 0 to n minus 1 ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ഇമ്പൾസ് എടുക്കുന്നു. H of n എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് സിഗ്നൽ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് n ആണ്. ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ഇമ്പൾസ് സിഗ്നൽ എടുത്തിട്ട് അങ്ങനെയുള്ള ഒരു സിഗ്നലിനെ ഫിൽറ്റർ കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുന്നതാണ്
ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽട്ടർ, അതാണ് FIR. അപ്പോൾ FIRൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇമ്പൾസ് റെസ്പോൺസിന്റെ ലെങ്ത് ഫൈനൈറ്റ് ആണ്, ഓഫ് ലെങ്ത് n. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്, ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ട്രങ്കേറ്റ് ചെയ്യുന്നില്ല. FIRനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഇമ്പൾസിനെ ഫൈനൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൊഡ്യൂൾ 3 പഠിച്ചത്. അപ്പോൾ അങ്ങനെ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച എററാണ് ഗിബ്സ് ഫിനോമിനൻ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ. ഇവിടെ ഇൻഫിനിറ്റ് ഇമ്പൾസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് ഇമ്പൾസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പക്ഷെ ഒരിക്കലും ഒരു ഇൻഫിനിറ്റ് ഇമ്പൾസ് നമുക്കൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഡൊമൈനിൽ നിന്ന് മാറി നമ്മൾ അനലോഗ് ഡൊമൈനിലേക്ക് മാറും. അതായത് അനലോഗ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. അതായത് ബേസിക്കലി ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഫിൽറ്റർ ഡിസൈൻ ആണ് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഓരോരോ സെക്ഷനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. അതായത് അതെന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ്, ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. ഇൻഫിനിറ്റ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇമ്പൾസിനെ ഫൈനൈറ്റ് ആക്കി മാറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ചുരുക്കുന്നില്ല. നമ്മൾ ഇമ്പൾസ് ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല, അതേ ഡൊമൈനിൽ നിന്നല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻഡയറക്റ്റ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ രണ്ട് ഇക്വേഷനെ നിങ്ങൾ മനസ്സിലാക്കണം. ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് h of z is equal to sigma n equal to 0 to n minus 1 h of n z raised to minus n ആണ്. അതേസമയം ഒരു IAR ഫിൽറ്ററിന്റെ റെസ്പോൺസ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ IAR ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിക്കേഴ്സീവ് ഫിൽറ്റർ. അത് ഓർത്തിരിക്കണം, കമ്പാരിസൺ ചോദിക്കാറുണ്ട്. IAR ഫിൽറ്റർ ഇസ് റിക്കേഴ്സീവ് ഫിൽറ്റർ. റിക്കേഴ്സീവ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദോസ് ഫിൽറ്റേഴ്സ് ഹൂസ് ഇതിന്റെ അതായത് ആ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസന്റ് ഔട്ട്പുട്ട് സാമ്പിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസന്റ് ഇൻപുട്ട്, പാസ്റ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട് സാമ്പിൾസ്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മളിപ്പോൾ ഈ ഔട്ട്പുട്ട് ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസന്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പാസ്റ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇൻ എഫക്റ്റ് പറഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷനകത്ത് അതിൻ്റെ ഔട്ട്പുട്ട്, ആ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസന്റ് ഇൻപുട്ട്, പാസ്റ്റ് ഇൻപുട്ട്, പാസ്റ്റ് ഔട്ട്പുട്ട്. അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്ന FIR ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി ദ പാസ്റ്റ് ഇൻപുട്ട് ആൻഡ് പ്രസന്റ് ഇൻപുട്ട്, പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ FIR സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് സീറോസ് മാത്രമുള്ളതാണ്. നമ്മൾ സാസിൽ സീറോസും പോൾസും പഠിച്ചിട്ടുണ്ട്. അതിൽ പോൾസ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ടു ന്യൂമറേറ്ററും സീറോസ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ടു പോൾസ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ടു ഡിനോമിനേറ്ററും സീറോസ് എന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ് ടു ന്യൂമറേറ്ററും. അപ്പൊ നമ്മുടെ FIRന് എന്തേ ഉള്ളൂ, ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ, FIR സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓൾ സീറോ സിസ്റ്റമാണ്, സീറോസ് മാത്രമുള്ള സിസ്റ്റമാണ്. അതേസമയം IAR ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോൾസും ഉണ്ടാവും, സീറോസും ഉണ്ടാവും. സോ ദിസ് ഇസ് ദ സീറോസ്, ദിസ് ഇസ് ദ പോൾസ്, ഇതെന്ന് പറഞ്ഞാൽ സീറോ. അപ്പം അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് ആ ഇക്വേഷനകത്ത് തന്നെ പഠിക്കാം. അതായത് മൊഡ്യൂൾ 5 നമ്മൾ ഈ ഓരോ ഫിൽറ്റേഴ്സും റിയലൈസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ FIRലെ ഇമ്പൾസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, IARലാണെങ്കിൽ ഇമ്പൾസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിക്കേഴ്സീവ് ഫിൽറ്ററും FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിക്കേഴ്സീവ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IARന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പാസ്റ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും പ്രസന്റ് ഇൻപുട്ടിനെയും. പക്ഷേ FIR ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പാസ്റ്റ് ഇൻപുട്ടിനെയും പ്രസന്റ് ഇൻപുട്ടിനെയും മാത്രമാണ്. അതായത് ഔട്ട്പുട്ടിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഓരോ ഏതാണ് IAR ആണോ FIR ആണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷൻ പർപ്പസിലാണ്. അതിൽ IAR ചില കേസസിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, ചിലത് FIR ആയിരിക്കും. അപ്പൊ നമ്മൾ കൂടുതലും IAR ചെയ്യുന്നത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ FIR ഡയറക്റ്റ് ആണ്. അതായത് ഒരേ ഡൊമൈനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അതേ ഡിജിറ്റൽ ഡൊമൈനിൽ നിന്ന് തന്നെയാണ് FIR ചെയ്യുന്നത്. പക്ഷേ IARനെ നമ്മളൊരു അനലോഗ് പ്രോട്ടോടൈപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ഒരു ഫിൽറ്റർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് h of z ആണ്.
അതിപ്പോൾ FIR ആണെങ്കിലും IAR ആണെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H(z) കാണാനാണ്. ആ H(z)ന്റെ രണ്ട് ഇക്വേഷൻ ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ FIRൽ ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സിഗ്മ n = 0 to n-1 h(n) z⁻⁻n. ഇതാണ് നമ്മൾ FIRൽ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ IARൽ നമ്മൾ ഇതുപോലൊരു ഇക്വേഷനിൽ അവസാനം വന്നെത്തണം H(z). അപ്പൊ ഇവിടെയും നമ്മുടെ IARന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ IAR ആണെങ്കിലും FIR ആണെങ്കിലും ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് H(z) കാണുക എന്നുള്ളതാണ്. ആ H(z) രണ്ടിലും രണ്ടാണ്. അത് കാരണം രണ്ട് രീതിയിലാണ് അതിന്റെ അപ്രോച്ച് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത പോലെ ഇവിടെ നമ്മൾ എടുക്കുന്നത് IAR ഫിൽറ്റർ ആണ്. അപ്പൊ IAR ഫിൽറ്ററിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ഡയറക്റ്റ് ഫിൽറ്റർ ഡിസൈൻ മെത്തേഡ് അല്ല, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഗിവൺ നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അതായത് ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒമേഗ ഡൊമെയിൻ, അതായത് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള ഇത്ര കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇത്ര ഫ്രീക്വൻസി എന്നെല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇത്ര റേഡിയൻസ് എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു IAR ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി ഈ മൊഡ്യൂളിൽ ഓരോരോ ടോപ്പിക്കായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഗിവൺ സ്പെസിഫിക്കേഷനിൽ നിന്ന്, അതായത് ഒരു IARന്റെ ഒരു ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അതിന്റെ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം. ഇനി അനലോഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് തിരിച്ച് ഈ ഡിജിറ്റൽ ഫിൽറ്ററിലേക്ക് പോകുന്നത്. അപ്പൊ ബേസിക്കലി IAR ഇസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ മെത്തേഡിൽ നിന്നല്ല, ആദ്യം അതിന്റെ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റും. ഈ അനലോഗ് ആക്കി കഴിഞ്ഞ് ഡിജിറ്റൽ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ട രണ്ട് ടെക്നിക്കാണ്. ഒന്ന് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡും അടുത്തത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും. അപ്പൊ നമ്മുടെ ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഇത്രയും 3 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ IAR ഫിൽറ്റർ ഡിസൈനിലെ ഫസ്റ്റ് വൺ ഇസ് ഹൗ ടു ഡിസൈൻ ആൻ അനലോഗ് ഫിൽറ്റർ ഫ്രം ദ ഗിവൺ ഡിജിറ്റൽ IAR ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ. അതായത് ഒരു IAR ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഒരു അനലോഗ് ഫിൽറ്റർ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും, അതായത് എങ്ങനെ ഒരു അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനലോഗ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ഡിജിറ്റൽ IAR ഫിൽറ്റർ ചെയ്യും. അതിന് രണ്ട് മെത്തേഡാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡും അടുത്തത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് ഒരു ലോ പാസിന്റെ ആയിരിക്കും പഠിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ക്വസ്റ്റ്യനകത്തൊരു ബാൻഡ് പാസോ ഹൈ പാസോ ആണെങ്കിൽ ആ ലോ പാസിൽ നിന്ന് നമുക്ക് ഹൈ പാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ടോട്ടൽ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ മൊഡ്യൂൾ 4ന്റെ മെയിൻ നട്ട്ഷെൽ. അപ്പൊ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ ബേസിക്കലി രണ്ട് സ്റ്റെപ്പാണ്, മെയിൻ രണ്ട് സ്റ്റെപ്പ്. ഒന്നെന്ന് പറഞ്ഞാൽ ഗിവൺ ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷനിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. ഇനി അനലോഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എങ്ങനെ ഗിവൺ ഡിജിറ്റൽ ഫിൽറ്റർ ആക്കി മാറ്റാം. ആ ഡിജിറ്റൽ ഫിൽറ്റർ ആക്കി മാറ്റാൻ നമുക്ക് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡും അടുത്തത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും. ഈ രണ്ടും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ലോ പാസ് ഫിൽറ്ററിനായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ഒരു ഹൈ പാസ് ആണെങ്കിൽ ആ ലോ പാസിൽ നിന്ന് നമുക്ക് ഹൈ പാസ് ആക്കി മാറ്റാൻ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ടാവും. ഇത്രയാണ് ഈ മൊഡ്യൂൾ എന്ന് പറയുന്നതിന്റെ നട്ട്ഷെൽ. ഇനി ഒരു ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാവുന്ന ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഇനി നിങ്ങൾ രണ്ട് ഡൊമൈനിൽ നിന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ രണ്ട് ഫ്രീക്വൻസി കൺസെപ്റ്റും ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആദ്യം നമുക്കൊരു ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പം അതിനകത്ത് കുറെ റീജിയൻസ് ഉണ്ട്. ഇതിന്റെ ജസ്റ്റ് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 3 പഠിച്ചാണ്, ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പോൾ അതാണ് കൺസെപ്റ്റ്സ് ഓൺ ഡിജിറ്റൽ ഫിൽറ്റർ. ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോ പാസ് ആവാം, ഹൈ പാസ് ആവാം, ബാൻഡ് പാസ് ആവാം, ബാൻഡ് സ്റ്റോപ്പ് ആവാം. ഒരു ഫിൽറ്റർ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഒരു മെയിൻ കാര്യമാണ് ട്രാൻസിഷൻ ബാൻഡ്. ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്രാൻസിഷൻ ചെയ്യുന്നത്, അതായത് ട്രാൻസിഷൻ ബാൻഡ് ഇസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ ദ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ് ടു പെർമിറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ടു ഡ്രോപ്പ് ഓഫ് സ്മൂത്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പടം തന്നെ നോക്കിക്കോ. ഇപ്പൊ ഇത് നമ്മൾ ഈ പടം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഈ പോർഷനെയാണ്, ഇതിനെയാണ്
ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറയുന്നത്. കാരണം ഇതിന് എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറയുന്നത്? കാരണം ഇതാണ് ഇതിന്റെ പാസ് ബാൻഡും ഇതാണ് ഇതിന്റെ സ്റ്റോപ്പ് ബാൻഡ്. നമുക്കൊരു ഏതൊരു ഫിൽറ്റർ കൺസിഡർ ചെയ്താലും ആ ഫിൽറ്ററിന് 3 റീജിയൻസ് ആണുള്ളത്. ഒന്ന് അതിന്റെ പാസ് ബാൻഡ്, രണ്ടാമത് ഇത് അതിന്റെ സ്റ്റോപ്പ് ബാൻഡ്, ഇതിന്റെ ഇടയിലുള്ള റീജിയൻ ആണ് ഇതിന്റെ ട്രാൻസിഷൻ ബാൻഡ്. അപ്പൊ നമുക്ക് 3 റീജിയൻസ് ആണുള്ളത്. ഒന്ന് പാസ് ബാൻഡ്, ഇത്രയുള്ള റീജിയനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസിഷൻ ബാൻഡ്, ഈ റീജിയന് പറയുന്ന പേരാണ് സ്റ്റോപ്പ് ബാൻഡ്. പാസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സിഗ്നൽ എവിടെയൊക്കെയാണ് സിഗ്നലിനെ പാസ് ചെയ്യേണ്ടത് ആ പാസ് ചെയ്യേണ്ട റീജിയൻ ആയിരിക്കും പാസ് ബാൻഡ്. അപ്പം നമുക്ക് ഐഡിയലി വേണ്ടത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പാസ് ബാൻഡ് ആണെങ്കിലും പ്രാക്ടിക്കലി നമ്മളൊക്കെ ഒരിക്കലും കംപ്ലീറ്റ് ഫ്ലാറ്റ് കിട്ടത്തില്ല. കുറച്ചൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഓസിലേഷൻസ് ഉണ്ടാവും. ഈ ഓസിലേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് റിപ്പിൾ. അപ്പൊ ഈ റിപ്പിളിന് ഒരു മാക്സിമം ലിമിറ്റും കാണും, ഒരു മിനിമം ലിമിറ്റും കാണും. ആ ഒരു റേഞ്ച് വെച്ചാണ് നമ്മൾ ഇവിടെ എടുത്തേക്കണം 1+ ∆p 1 - ∆p. അതിൽ ഈ ∆p എന്ന് പറയുന്ന റിപ്പിൾ വാല്യൂ ആണ്. അപ്പൊ അതിന്റെ ഒരു ലോവർ ലിമിറ്റും അതിന്റെ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ് കാണിച്ചേക്കണേ. ഈ റെപ്രസെന്റേഷൻസ് എല്ലാം നമുക്ക് പഠിക്കണം. കാരണം നമുക്കൊരു ക്വസ്റ്റ്യനകത്ത് ഈ ഓരോ വാല്യൂസ് എന്നും പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു പടം നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഡൊമെയിൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഡൊമെയിൻ ആണ്. ഡിസ്ക്രീറ്റ് ഡൊമെയിനിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫ്രീക്വൻസിയുടെ നൊട്ടേഷൻ ആണ് ഒമേഗ. ഇത് ഓർത്തിരിക്കണം. കാരണം നമ്മൾ IARൽ ഇതിന്റെ അനലോഗ് പ്രോട്ടോടൈപ്പിലേക്ക് പോകുന്നുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. നമ്മൾ എടുക്കുന്ന റേഞ്ച് 0 to π. കാരണം ഇത് പീരിയോഡിക് ആയതുകൊണ്ട് പിന്നെ π to 2π ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 0 to π പഠിച്ചാൽ മതിയാവും. അപ്പൊ 0 to πയില് ഇത്രയും ഒരു പോർഷൻ ഇതൊരു ലോ പാസ് ഫിൽറ്ററിന്റെ ഒരു പടമാണ് കാണിച്ചേക്കണേ. അപ്പൊ ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിന് 3 റീജിയൻ കാണും. ഒന്ന് അതിന്റെ പാസ് ബാൻഡ്, ഒന്ന് അതിന്റെ ട്രാൻസിഷൻ ബാൻഡ്, അടുത്തത് അതിന്റെ സ്റ്റോപ്പ് ബാൻഡ്. സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ആ റീജിയൻ അവിടെ സിഗ്നൽസ് കടത്തി വിടത്തില്ല, അതാണ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് സ്റ്റാൻഡ്സ് ഫോർ നത്തിങ്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ബാൻഡ്. ഇത് പാസ് ബാൻഡ്. അതുപോലെ തന്നെ പാസ് ബാൻഡിനും ഉള്ള അതിന്റെ റിപ്പിൾ വാല്യൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും നമുക്ക് ഫ്ലാറ്റ് വാല്യൂ കിട്ടത്തില്ല, കുറച്ചൊരു റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ് 1+ ∆p 1 - ∆p. ഇത് പാസ് ബാൻഡിലെ റിപ്പിൾ. അതുപോലെ സ്റ്റോപ്പ് ബാൻഡിലും റിപ്പിൾസ് ഉണ്ടാവും. കാരണം നമുക്ക് വേണ്ടത് ഐഡിയലി 0 ആണെങ്കിലും എപ്പോഴും 0 ആയിട്ട് തന്നെ നിൽക്കണം എന്നില്ല, ഒരു ചെറിയ വാല്യൂസ് വരാം. അപ്പം സ്റ്റോപ്പ് ബാൻഡിലെ റിപ്പിളിന് നമ്മൾ പറയുന്ന പേരാണ് ∆s. സോ S സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് ബാൻഡ്, P സ്റ്റാൻഡ്സ് ഫോർ പാസ് ബാൻഡ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ∆p ∆s എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ∆p അല്ല, ഇതെന്ന് പറയുന്ന 1+ ∆p, ഇത് 1 - ∆p. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? ∆p അല്ലേ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1+ ∆p മൈനസ് ഓഫ് 1 - ∆p എന്ന് പറയുമ്പോൾ 2 ∆p വരും അല്ലേ. അപ്പൊ ആ ഒരു കേസിലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനുകൊണ്ട് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം, ദിസ് ഇസ് 1+ ∆p, ഇത് 1 - ∆p. ഈ ∆p എന്ന് പറയുന്നത് പീക്ക് റിപ്പിൾ വാല്യൂ ആണ്. അടുത്തത് നമ്മുടെ ∆s എന്ന് പറയുന്നത് സ്റ്റോപ്പ് ബാൻഡ് റിപ്പിൾ വാല്യൂ ആണ്. അപ്പൊ ഈ പടം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഒരു ഡിജിറ്റൽ ഫിൽറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ചില കാര്യങ്ങളുണ്ട്. അതാണ് പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്, അതിന്റെ വാല്യൂസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ റിപ്പിൾ വാല്യൂ പറഞ്ഞ പോലെ തന്നെ 2 ഫ്രീക്വൻസി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ∆pക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 1 - ∆pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂവിന് നമ്മൾ പറയുന്നതാണ് ω_p. അതിന്റെ പേരാണ് പാസ് ബാൻഡ് എഡ്ജ് ഫ്രീക്വൻസി. കാരണം ഇതാണ് മാക്സിമം ലിമിറ്റ്. ഇത് കഴിയുമ്പോഴാണ് ഇവിടെ ഇത്രയും വരെയാണ് പാസ് ബാൻഡിലെ ലിമിറ്റ്. അത് കഴിയുമ്പോൾ തന്നെ വാല്യൂ വളരെ കുറയാൻ തുടങ്ങുകയാണ്. ഇനി സ്റ്റോപ്പ് ബാൻഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ∆sന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ω_s. സോ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് ബാൻഡ് എഡ്ജ് ഫ്രീക്വൻസി. ഇത് ഓർത്തിരിക്കണം. ω_p സ്റ്റാൻഡ്സ് ഫോർ പാസ് ബാൻഡ് എഡ്ജ് ഫ്രീക്വൻസി എന്നും ω_s സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് ബാൻഡ് എഡ്ജ് ഫ്രീക്വൻസി. സോ ദിസ് ഇസ് ദ ട്രാൻസിഷൻ ബാൻഡ്, ദിസ് ഇസ് ദ പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ് ആൻഡ് പീക്ക് റിപ്പിൾ വാല്യൂ. ഇനി നമ്മൾ പറയുന്നത് നേരത്തെ പഠിച്ചത് ഈ 2-3 ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരും. ഇപ്പം നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിനെ നമുക്ക് പല വാല്യൂസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതിൽ A of ω is equal to -20 log g of e⁻j⍵. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വാല്യൂവിന്റെ 20 log, അതായത് നമ്മൾ പറയുന്നത് 3 dB ഫ്രീക്വൻസി ആണ്. ആ 3 dB വാല്യൂ ആണ്. അതായത് 3 dB എത്തുമ്പോൾ ആ മാക്സിമം വരുന്ന ആ വാല്യൂ ആണ് A of ω എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ എടുത്തു ∆p എടുത്തു. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത്
പീക്ക് പാസ് ബാൻഡ് റിപ്പിൾ എന്ന് പറഞ്ഞ ആൽഫ പി ആ വാല്യൂ എന്ന് പറഞ്ഞായിരിക്കും തന്നിരിക്കുന്നത്. പാസ് ബാൻഡ് റിപ്പിൾ എന്ന് പറഞ്ഞാൽ ആൽഫ പി ആയി ചിലപ്പോൾ ഡെൽ പി ആയിട്ട് ക്വസ്റ്റിനിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റിനിൽ ആൽഫ പി ആയിട്ടും കൊടുത്തേക്കാം. ആൽഫ പി ആണ് ക്വസ്റ്റിനിൽ തന്നേക്കുന്നതെങ്കിൽ ആ ആൽഫ പിയിൽ നിന്ന് നമ്മൾ ഡെൽ പി കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഡെൽ പി കണ്ടുപിടിച്ചാലാണ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി അല്ലെങ്കിൽ ആ 1 - ഡെൽ പിയുടെ -20 ലോഗ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത് ആൽഫ പി. മിനിമം സ്റ്റോപ്പ് ബാൻഡ് അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ എസ് ഇസ് ഈക്വൽ ടു -20 ലോഗ് ഡെൽ എസ് ഇൻറ്റു ഡി ബി. അതായത് നമ്മുടെ ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ഈ പോയിന്റിൽ 1 - ഡെൽ പിയുടെ ഇവിടുത്തെ -20 ലോഗ് എടുക്കുന്ന വാല്യൂ ആണ് ആൽഫ പിയും. ആൽഫ എസ് എന്ന് പറയുന്നത് ഇതിന്റെ -20 ലോഗ്. ഈ ഇക്വേഷൻസ് പഠിച്ചാൽ മതി, കാരണം നമുക്ക് ഈ ഇക്വേഷൻ പ്രോബ്ലത്തിൽ ആവശ്യം വരും. സോ ദാറ്റ് ഇസ് പീക്ക് ബാൻഡ് പാസ് ബാൻഡ് റിപ്പിൾ എന്ന് പറയുന്നത് ആൽഫ പി ഈക്വൽ ടു -20 ലോഗ് 1 - ഡെൽ പിയും, ആൽഫ എസ് എന്ന് പറയുന്നത് -20 ലോഗ് ഡെൽ എസ് ഇൻ ഡി ബി ആണ്. ഇത് ഡി ബി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന നേരത്തെ പഠിച്ചതിന്റെ അതേ ഇക്വേഷനെ തന്നെ വേറെ രീതിയിലും റെപ്രസെന്റ് ചെയ്തേക്കണം. അതായത് നമ്മൾ പഠിച്ചു പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്, ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ആദ്യം ഇവിടെ എഴുതിയത് എന്തായിരുന്നു? 1 - ഡെൽ പി അല്ല 1 + ഡെൽ പി എന്നും 1 - ഡെൽ പി എന്നും പിന്നെ ഇവിടെ ഡെൽ എസ് എന്നല്ല എഴുതിയത്. അങ്ങനെയും എഴുതാം. അതേ വാല്യൂവിനെ തന്നെ നമ്മൾ നോർമലൈസ് ചെയ്തേക്കുവാണ്. അതായത് മാക്സിമം വാല്യൂ മാഗ്നിറ്റ്യൂഡ് വാല്യൂ 1 ആയിട്ട് നോർമലൈസ് ചെയ്ത കേസസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് ദിസ് ഇസ് എ നോർമലൈസ് സ്പെസിഫിക്കേഷൻ. അപ്പൊ ഈ കേസിൽ നോർമലൈസ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഗെയിൻ വരുന്ന വാല്യൂ 1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ ആ കേസിൽ നമ്മൾ എടുക്കുന്ന ഈ വാല്യൂ 1 ആണെങ്കിൽ ഈ തൊട്ട് താഴത്തെ ഈ വാല്യൂ എന്ന് പറയുന്നത് 1/√(1 + ε² ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ആൽഫ മാക്സ് ഇസ് ഈക്വൽ ടു 20 ലോഗ് √(1 + ε². ഇത് 1/, ആണേ. അപ്പൊ ആ നേരത്തെ പടവും ഈ പടവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പടത്തിൽ നമ്മൾ എഴുതിയത് വിത്ത് റെസ്പെക്ട് ടു ഡെൽ പിയും ഡെൽ എസും ആണെങ്കിൽ, കാരണം ഇത് രണ്ടും പടം പഠിച്ചു വെക്കാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 രീതിയിൽ ചോദിക്കാം. ഇത് എപ്സിലോൺ, ചിലപ്പോൾ എപ്സിലോൺ കൊടുത്തിട്ട് വാല്യൂസ് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡെൽ പി കൊടുത്തും ചോദിക്കാം. അപ്പൊ ഇത് അറ്റുനേഷൻ വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റേതെന്ന് പറയുന്നത് റിപ്പിൾ വാല്യൂ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ എടുക്കുന്നത് 1 ആണ്. 1 ആണെങ്കിൽ ഇതിന്റെ താഴെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/√(1 + ε². അപ്പൊ ഇത് നേരത്തെ പോലെ തന്നെ ഇത് പാസ് ബാൻഡ് റീജിയൻ, ഇത് സ്റ്റോപ്പ് ബാൻഡ് റീജിയൻ, അതുപോലെ തന്നെ ഇത് ട്രാൻസിഷൻ റീജിയൻ. ഇനി ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ പാസ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട്, സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് ഒമേഗ സി എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ പാസ് ബാൻഡ് ഫ്രീക്വൻസിയും സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസിന്റെ ഇടയിലായിരിക്കും. അപ്പം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം വാല്യൂ 1 ആണ്. നേരത്തെ നമ്മൾ വരച്ച വാല്യൂയിൽ ഇവിടെ മാക്സിമം വാല്യൂ 1 അല്ല, അത് നോർമലൈസ്ഡിന്റെ പടമല്ല. ഇപ്പൊ നോർമലൈസ്ഡ് ആയിട്ടുള്ള കേസിലാണ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നതെങ്കിൽ ഈ വാല്യൂ 1 ആണെങ്കിൽ ദിസ് പോയിന്റ് കറസ്പോണ്ട്സ് ടു 1/√(1 + ε². അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 20 ലോഗ് √(1 + ε² ആണ്. അതാണ് ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ. മറ്റേതിലാണെങ്കിൽ നമ്മൾ ഈ കൊടുത്തേക്കണ അതേ ഇക്വേഷൻ തന്നെ നമ്മൾ ചെയ്തപ്പോൾ വിത്ത് റെസ്പെക്ട് ടു 1 + ഡെൽ പിയും 1 - ഡെൽ പിയും ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ IAR ഫിൽറ്റർ ഡിസൈനിലെ 3 സ്റ്റെപ്സ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ to convert the digital filter specification into analog low pass prototype filter specification. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇതിലെ ഈ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇനി അടുത്ത ദിവസം ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് കൊടുത്തേക്കണ ഡിജിറ്റൽ ഫിൽറ്ററിൽ നിന്ന് നമ്മളൊരു അനലോഗ് ലോ പാസ് പ്രോട്ടോടൈപ്പ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യും. എന്നിട്ട് ഈ അനലോഗ് ലോ പാസ് ഫിൽറ്ററിൽ നിന്ന് ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ട് ആ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് കറസ്പോണ്ടിങ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ. ഗിവൺ ഡിജിറ്റൽ ഫിൽറ്ററിൽ നിന്ന് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു അനലോഗ് ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യും. അനലോഗ് ലോ പാസ് ഫിൽറ്ററിൽ നിന്ന് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അനലോഗ് എന്ന് പറയുമ്പോൾ H(s), ഇവിടെ നമ്മൾ 2 ട്രാൻസ്ഫോം നോക്കുകയാണ്. ഇനിയാണ് മൊഡ്യൂൾ 4-ൽ 2 ട്രാൻസ്ഫോംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോമും അടുത്തത് ഇസഡ് ട്രാൻസ്ഫോമും. അനലോഗ് ഡൊമെയിൻ, അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് H(s). ഇത് മനസ്സിലാക്കണം.
അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എസ്. ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ഇസഡ്. അപ്പം ആദ്യം ഗിവൺ ഡിജിറ്റൽ ഫിൽറ്ററിൽ നിന്ന് നമ്മൾ ഒരു അനലോഗിന്റെ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്ന് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണും. അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന എച്ച് ഓഫ് എസ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണാൻ പോകുന്നത്. ഇനി എച്ച് ഓഫ് എസിൽ നിന്ന് എച്ച് ഓഫ് ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഡിജിറ്റൽ ഫിൽറ്റർ. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ടു ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു ഡിജിറ്റൽ ഫിൽറ്റർ. എച്ച് ഓഫ് എസിൽ നിന്ന് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡാണ് ഇമ്പൾസ് ഇൻവേരിയൻറ്റും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പം അതാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ മൊത്തമായിട്ടും പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് IR ഫിൽറ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ മൂന്ന് സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, ഗിവൺ ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷനിൽ നിന്ന് അതിൻ്റെ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. ഈ അനലോഗ് പ്രോട്ടോടൈപ്പിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണം. അതായത് എച്ച് ഓഫ് എസ് കാണണം. എന്നിട്ട് ആ എച്ച് ഓഫ് എസിൽ നിന്ന് എച്ച് ഓഫ് ഇസഡ് കാണണം. അതാണ് ഡിജിറ്റൽ ഫിൽറ്റർ. അതിനാണ് രണ്ട് മെത്തേഡ് ഉള്ളത്. ഒന്ന് ഇമ്പൾസ് ഇൻവേരിയന്റും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള അനലോഗ് പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കണ്ടോ, ഒമേഗയും ഓമും രണ്ട് ഫ്രീക്വൻസീസ് ഉണ്ട്. ഇനി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഇതുവരെ എഴുതിയപ്പോൾ എല്ലാം എക്സ് ആക്സിസിൽ ഒമേഗ എന്നും ഇവിടെ നമ്മൾ എഴുതിയത് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്നുമായിരുന്നു. ദാറ്റ് കറസ്പോണ്ട്സ് ടു ഡിജിറ്റൽ ഫ്രീക്വൻസി. അതേസമയം ഇനി നമ്മൾ പറയാൻ പോകുന്ന അനലോഗ് ഫ്രീക്വൻസിയാണ്. അനലോഗ് ഫ്രീക്വൻസിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഓം, അല്ലെങ്കിൽ ഇത് അനലോഗ് ഒമേഗ എന്ന് പറയാം. നമ്മൾ എളുപ്പത്തിന് ഓം എന്ന് പറയും, പക്ഷെ ഇറ്റ് ഇസ് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് അനലോഗ് ഒമേഗ എന്ന് പറയും. അനലോഗ് ഒമേഗ ഓർ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു അനലോഗ് ഫ്രീക്വൻസി. അപ്പൊ അനലോഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പടങ്ങളിലെല്ലാം അതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിലെല്ലാം നമ്മൾ ഡിജിറ്റൽ ഫ്രീക്വൻസി ആണെങ്കിലും അനലോഗ് ഫ്രീക്വൻസി ആണെങ്കിലും അതിന് അനലോഗസ് ആയിട്ടുള്ള അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ ആ പറഞ്ഞ പടങ്ങളിലെല്ലാം പടം വരയ്ക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണ്? നേരത്തെ നമ്മളിവിടെ ഒമേഗ പി ആണ് വരച്ചതെങ്കിൽ ഇവിടെ അതിന് പകരം ഓം പി എഴുതും. ഇവിടെ ഒമേഗ എസ് എഴുതിയതിന് പകരം ഓം എസ് എഴുതും. ഇതെന്ന് പറഞ്ഞാൽ ഓം. ഇത് ഫ്രീക്വൻസിയാണ്, ഇത് അനലോഗ് ഫ്രീക്വൻസിയാണ്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ അനലോഗ് ഫ്രീക്വൻസി, ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് എസ് പ്ലെയിൻ ആണ്. നമുക്ക് രണ്ട് പ്ലെയിൻ ഉണ്ട്. ഒന്ന് എസ് പ്ലെയിൻ, അനലോഗ് പ്ലെയിനും ഉണ്ട്, ഡിജിറ്റൽ പ്ലെയിൻ ഉണ്ട്. അനലോഗ് പ്ലെയിൻ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എസ് പ്ലെയിൻ ആണ്. എസ് ആണ് സിഗ്മ പ്ലസ് ജെ ഓം പ്ലെയിൻ. നിങ്ങൾ സാസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അനലോഗ് പ്ലെയിനിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എച്ച് ഓഫ് എസ് ആണ്. അതാണ് എച്ച് എ. എച്ച് എ സ്റ്റാൻഡ്സ് ഫോർ അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിന്റെ എസ് നമ്മളിവിടെ എടുക്കുന്നത് ഇമാജിനറി പ്ലെയിൻ ആണ്. സോ ദാറ്റ് ഇസ് എച്ച് എ ജെ ഒ. ഇതാണ്. അപ്പം രണ്ട് റെപ്രസെന്റേഷൻ ഓർത്തിരിക്കണം. ഈ പടം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ അനലോഗ് പ്രോട്ടോടൈപ്പ് ഓഫ് എ ഡിജിറ്റൽ ഫിൽറ്റർ. ഒരു ഡിജിറ്റൽ ഫിൽറ്ററിന്റെ കറസ്പോണ്ടിങ്, അതാണ് മാഗ്നിറ്റ്യൂഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ആൻ അനലോഗ് ലോ പാസ് ഫിൽറ്റർ. ഇതൊരു ലോ പാസ് ഫിൽറ്റർ ആണ്, പക്ഷെ ഇത് അനലോഗ് ആണ്. അനലോഗ് ആണെന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഏത് പ്ലെയിനിലായിരിക്കും? എസ് പ്ലെയിനിലായിരിക്കും ഇത് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഒമേഗയല്ല ഓം ആണ്. അപ്പൊ ഇതേ പടം തന്നെ വ്യത്യാസം വരുന്നത് ഒമേഗ പിക്ക് വരെ ഇവിടെ ഓം പി എന്നും ആവും, ഓം എസ് എന്നും ആവും. അതുപോലെ തന്നെ മറ്റേത് വരയ്ക്കുമ്പോഴും ഈ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും എല്ലാം അത് തന്നെ. പാസ് ബാൻഡ് റിപ്പിള്, സ്റ്റോപ്പ് ബാൻഡ് റിപ്പിള്, മിനിമം എല്ലാം കാര്യങ്ങളെല്ലാം അത് തന്നെ വരും. ആകെ ഒരു വ്യത്യാസം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അനലോഗ് ഫ്രീക്വൻസിയാണ്. ഇവിടെയും നേരത്തെ അതേ ഇക്വേഷൻ തന്നെ 1/√1 + θ² ഒക്കെ തന്നെ, എപ്സിലോൺ സ്ക്വയർ തന്നെ. പക്ഷേ ഈ ഒമേഗയ്ക്ക് പകരം നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ഓം പിയും ഓം എസും ആണ്. ദിസ് കറസ്പോണ്ട്സ് ടു അനലോഗ് ഫ്രീക്വൻസിയും അനലോഗ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസിയും. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.